ഇന്ന് കുക്കറിൽ ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ. ആദ്യം കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പട്ടയും ഏലക്കയും ഗ്രാമ്പും ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 സവോള ഇതുപോലെ ചോപ്പ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം കൂടി ചേർക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ. നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിനു ശേഷം നമ്മുടെ സ്റ്റൂവിൻ്റെ മെയിൻ ഐറ്റമായ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് നമ്മുടെ മസാലയുടെ കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം 3/4 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതും ഇതിൻ്റെ കൂടെ നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇനി നമ്മുടെ കുക്കർ ഒരു 2 വിസിലടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വിസിലൊക്കെ അടിച്ച് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലില്ലാതെ എന്ത് സ്റ്റൂ അല്ലേ? അപ്പം ഞങ്ങൾ ഇന്നിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു കോക്കനട്ട് മിൽക്കാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല കട്ടിപ്പാലാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ചിക്കനും തേങ്ങാപ്പാലും ഒക്കെ നന്നായി മിക്സായി വേണ്ടി ഇതുപോലെ റെഡിയായി വരും. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ സംഭവം സെറ്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് നെയ്യിൽ അല്പം സവോളയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും അതുപോലെ ഉണക്കമുന്തിരിയും കൂടി നന്നായിട്ട് വറുത്തെടുത്തിട്ട് വേണ്ടി ഇതുപോലെ അങ്ങ് മുകളിലോട്ട് വിതറി കൊടുത്താൽ മതി. കാണാൻ തന്നെ എന്ത് രസമാണ് അല്ലേ? ഇനി നമുക്കിത് ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാം. അപ്പോൾ ശരി, ബായ്.